നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ചില സമയങ്ങളിൽ വരുന്ന കോളുകൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഈ കോൾ ചെയ്യുന്ന ആൾക്ക് എങ്ങനെയാണ് നമ്മുടെ മൊബൈൽ നമ്പർ കിട്ടിയതെന്ന്. കാരണം നമുക്കറിയാൻ സാധിക്കില്ല, നമ്മൾ എവിടെയും മൊബൈൽ നമ്പർ കൊടുത്തിട്ട് പോലുമില്ല. പക്ഷേ ഈ മൊബൈൽ നമ്പർ കിട്ടുന്ന ടീം, മാർക്കറ്റിംഗ് ടീമുകൾ പരസ്യം പറയാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ലോൺ ആപ്പുകൾക്കൊക്കെ വേണ്ടി, ലോൺ എടുക്കാൻ വേണ്ടിയൊക്കെ പല ആളുകൾ നമ്മളെ ബന്ധപ്പെടാറുണ്ട്. പക്ഷേ ഇതൊക്കെ ബന്ധപ്പെടുന്നത് പലപ്പോഴും അവർ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത് നമ്മുടെ മൊബൈൽ നമ്പർ എങ്ങനെ അവർക്ക് കിട്ടിയെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. എന്നാൽ ഞാനൊരു സെറ്റിങ്സ് കാണിച്ചുതരാം, എങ്ങനെയാണ് നമ്മുടെ മൊബൈൽ നമ്പർ ചോർന്നു പോകുന്നതെന്ന്. തീർച്ചയായിട്ടും നമ്മളൊക്കെ അറിഞ്ഞു വെക്കണം. ആ സെറ്റിങ്സിൽ 1-2 ഭാഗം നമ്മളൊന്ന് ഓഫ് ചെയ്ത് കൊടുത്താൽ ഇത്തരം മാർക്കറ്റിംഗ് സിസ്റ്റത്തിന് വേണ്ടി നമ്മുടെ മൊബൈൽ നമ്പറുകൾ ഷെയർ ചെയ്യപ്പെട്ടു പോകില്ല. അതുകൊണ്ട് നമ്മുടെ മൊബൈൽ നമ്പർ അവർക്ക് കിട്ടാതിരിക്കുകയും അത്തരത്തിലുള്ള ഈ കോളിംഗ് ശല്യം നമുക്ക് ഓഫ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. നമുക്കറിയാൻ സാധിക്കും, ഏതെങ്കിലും അഡ്വർടൈസ്മെൻറ്റ് ടീമുകൾക്ക് നമ്മൾ 1000 കോൺടാക്റ്റ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിന് ക്യാഷ് കിട്ടും. പല ആളുകൾക്കും അതിനെക്കുറിച്ച് അറിയുന്നതാണ്. കാരണം കുറേ ആളുകളുടെ കോൺടാക്റ്റ് നമ്പറൊക്കെ ശേഖരിച്ച് ചില കമ്പനികളൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം മൊബൈൽ നമ്പറൊക്കെ വിറ്റ് കഴിഞ്ഞാൽ, നമ്മുടെ മൊബൈൽ നമ്പറൊക്കെ മറ്റു കമ്പനികൾക്ക് വിറ്റ് കഴിഞ്ഞാൽ ക്യാഷ് കിട്ടുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ ആപ്പിലേക്കൊക്കെ നമ്മൾ കയറുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിലേക്ക് നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ അവർ നമ്മൾ ഡാറ്റകൾ ശേഖരിച്ച് വെച്ചുകൊണ്ട് ഈ ഡാറ്റ മറ്റു നെറ്റ്വർക്കുകൾക്ക്, മറ്റു മാർക്കറ്റിംഗ് ടീമിനൊക്കെ ഇത് സെയിൽ ചെയ്യുകയും അവർ ക്യാഷ് ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഓരോ വെബ്സൈറ്റിലും ആപ്പുകളിലും കയറുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന മൊബൈൽ നമ്പർ അവർ നമ്മളെ വിൽക്കുകയാണ്, നമ്മുടെ മൊബൈൽ നമ്പർ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ മൊബൈൽ ഫോണിനകത്തൊരു സെറ്റിങ്സ് ഉണ്ട്. ആ സെറ്റിങ്സ് നിങ്ങൾ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഷെയർ ചെയ്ത് പോകുന്നത് തടയാൻ സാധിക്കും. ഏതാണ് സെറ്റിങ്സ് ഞാൻ കാണിച്ചുതരാം. വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത ശേഷം ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ നിങ്ങൾക്ക് ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങളുടെ ഫോണിനകത്തൊക്കെ സെറ്റിങ്സിൽ ഗൂഗിൾ എന്ന ഫീച്ചർ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. ഇവിടെ ഏറ്റവും മുകളിൽ നമ്മുടെ മെയിൽ ഐ ഡി കാണും. ഈ മെയിൽ ഐ ഡിക്കകത്തൊന്ന് ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിനകത്ത് നമ്മൾ ലോഗിൻ ചെയ്തിരിക്കുന്ന എല്ലാ മെയിൽ ഐ ഡിയും കാണും. ഇതിൽ ഏത് മെയിൽ ഐ ഡി ആണോ നിങ്ങൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നെങ്കിൽ ആ മെയിൽ ഐ ഡി നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിന് താഴെ സെലക്ട് ചെയ്തതിന് ശേഷം നേരെ താഴെ ഗൂഗിൾ അക്കൗണ്ട് ഒന്ന് കാണും. അതിനകത്ത് ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങൾക്ക് പേഴ്സണൽ ഇൻഫോ എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഈ പേഴ്സണൽ ഇൻഫോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേര്, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ ജെൻഡർ, നമ്മുടെ അഡ്രസ്സ്, നമ്മുടെ ഫോൺ നമ്പർ, നമ്മുടെ ലാംഗ്വേജ് തുടങ്ങിയിട്ട് നമ്മുടെ ഹോം അഡ്രസ്സ് തുടങ്ങിയിട്ടുള്ള മുഴുവൻ ഡീറ്റെയിൽസിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറുകൾ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങൾ ഒരു മൊബൈൽ നമ്പറാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മൊബൈൽ നമ്പർ ക്ലിക്ക് ചെയ്യുക. ഒന്നിൽ കൂടുതൽ മൊബൈൽ നമ്പർ കൊടുത്ത ആളുകൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഓരോ മൊബൈൽ നമ്പർ ഇതുപോലെ കാണിക്കും. ഏത് മൊബൈൽ നമ്പറാണോ നിങ്ങൾക്ക് ഷെയർ ചെയ്യേണ്ടതെന്ന് തോന്നുന്നെങ്കിൽ ആ മൊബൈൽ നമ്പർ ഒന്നുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണുന്നെങ്കിൽ ലെറ്റ് പീപ്പിൾ ഫൈൻഡ് യു ബൈ ഫോൺ നമ്പർ എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് ഈ ബട്ടൺ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഓഫ് ചെയ്തതിന് ശേഷം ഇതുപോലെ പോപ്പപ്പ് വരും. ഓഫ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് കൊടുക്കുക. അതിനുശേഷം തൊട്ട് മുകളിലോട്ട് വരിക. ഇവിടെ കാണാം ബെറ്റർ ഷെയറിംഗ് ഓൺ ഗൂഗിൾ എന്നുള്ളത്. ഇവിടെ ഗൂഗിളിലൂടെ നമ്മുടെ കോൺടാക്റ്റ് നമ്പർ ഷെയർ ചെയ്യപ്പെടുന്ന ഭാഗമാണ്. ഇത് നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കുക. ഈ 2 സെറ്റിങ്സും നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഫോണിനകത്ത് ഇത്തരത്തിൽ നിങ്ങളറിയാതെ ഗൂഗിൾ നിങ്ങളുടെ കോൺടാക്റ്റുകൾ മറ്റ് തേർഡ് പാർട്ടി വെബ്സൈറ്റുകൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും മാർക്കറ്റിംഗ് ടീമിനൊന്നും ഷെയർ ചെയ്യപ്പെടില്ല. ഓർക്കുക, ഗൂഗിളിലൂടെ മാത്രമല്ല, നിങ്ങൾ ഏതെങ്കിലും വെബ്സൈറ്റിലോ ആപ്പിലൊക്കെ കൊടുക്കുന്ന കോൺടാക്റ്റ് നമ്പറും അവർ മറ്റ് നെറ്റ്വർക്കുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും അവർ അത് ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുള്ളതുമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.